ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു ഗുജറാത്തി വിഭവമാണെന്ന് ഉണ്ടാക്കുന്നത്. അതെന്താന്ന് വിചാരിച്ചാൽ ഡോക്ല. അതാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അത് നല്ല ടേസ്റ്റിയോടെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡോക്ല ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ കടലമാവ് ഒരു 1.5 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ എത്ര കൊണ്ട് നമ്മൾ ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് കടലമാവ് കൂട്ടും കുറയ്ക്കും ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ച് എടുത്തോളൂ. അധികം എരിവില്ലാത്ത മുളകാണ്, അതാണ് ഞാൻ 3 എടുത്തത്. പിന്നെ കുറച്ച് പഞ്ചസാര വേണം, മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു ചെറുനാരങ്ങയുടെ കുറച്ച് നീര് വേണം നമുക്ക്. പിന്നെ ഇനോ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് വേണം, ഉപ്പ് വേണം. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ ഡോക്ല ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്കൊരു പാത്രം എടുത്തതിന്റെ ശേഷം ഈ കടലമാവ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന്റെ ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. കട്ട കുത്താതെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടാ. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടാക്കിയാൽ മതി. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഇങ്ങനെ ആക്കാൻ, ഇങ്ങനെ ഇതാക്കി കൊടുക്കാനേ. അതല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ ബുദ്ധിമുട്ടായില്ലേ. പിന്നെ അത് മാത്രമല്ല കട്ട കുത്തും ചെയ്യും. കട്ട കുത്താതെ വേണം ഇങ്ങനെ ആക്കാൻ. കണ്ടില്ലേ, നമ്മളെ ബാറ്ററി ഇവിടെ ശരിക്ക് നന്നായിട്ട് ഇതേപോലെ മതി കേട്ടാ. കണ്ടില്ലേ, ഈ ഒരു കണക്കിന് മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇനം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം നമുക്കൊന്നൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കണ്ടോ, ഇവിടെ അടച്ചു വെക്കാം. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ ഈ ട്രേയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ 4 സൈഡും ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് വേഗം ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വിട്ട് കിട്ടാനായിട്ടേ. ഇനി നമുക്കിതിലേക്ക് നിങ്ങളുടെ ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് ഇതായി പൊന്തി വന്നിട്ടുണ്ട്. കണ്ടില്ലേ,
ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇങ്ങോട്ട് ആവി കയറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കണ്ടില്ല ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടു, ഈ തട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ട്രേ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് അടച്ചു വെക്കാം. ഒന്ന് വെന്ത് വരട്ടെ. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കുക. തുറന്നു നോക്കിയിട്ട് ഒന്നിങ്ങനെ ആയിട്ടില്ലേ ഇതൊന്നും നോക്കുക. ആയിരിക്കില്ല, കണ്ട കയ്യുമ്പിലൊന്നും ഒട്ടണില്ല. ഇനി നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം. ഞാനിത് ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് ലേശം ഈ കത്തിയുടെ മേലെ ലേശം ഓയിൽ പറ്റിയതിന്റെ ശേഷം നമുക്കിത് അങ്ങോട്ട് മുറിക്കാം. ഞാൻ മുറിച്ച് വെക്കട്ടെ. എല്ലാതും ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതങ്ങോട്ട് വറവിടാനൊക്കെ വെക്കാം. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂടി പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ചിട്ട് കൊടുത്തു. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ ഈ മല്ലിയുടെ ഇല വെച്ചിട്ടുണ്ടല്ലോ, കറിവേപ്പില നമ്മൾ പിന്നെ ഇട്ട് കൊടുത്തു. മല്ലിയുടെ ഇല അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരങ്ങോട്ട് ആക്കി കൊടുക്കാം. നമ്മളിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ മേലേക്ക് നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഭയങ്കര ടേസ്റ്റാ. അങ്ങനെ നമ്മുടെ അടിപൊളി ഗുജറാത്തി റെസിപ്പി ഡോക്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളും. പിന്നെ അത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. വളരെ സ്വാദുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളും. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.